न जाने किस पे आएगा. Everybody. Cheers. ഹലോ, എൻ്റെ നാഗാലാൻഡ് ട്രിപ്പിൻ്റെ 3rd വീഡിയോ ആണിത്. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് പറഞ്ഞു കേരളത്തിൽ നിന്നും സോളോ ട്രിപ്പായിട്ട് ഇറങ്ങിത്തിരിച്ച ഞാൻ ആസാമിലെ ഹോസ്റ്റലിൽ ചെന്ന് 2 ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടതോടെ എൻ്റെ സോളോ ട്രിപ്പ് ഒരു ട്രയോ ട്രിപ്പായി മാറുന്നത്. പിന്നെ അവരുടെ ഒപ്പം ആസാമിൽ നിന്ന് നാഗാലാൻഡ് വരെയുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞ ട്രെയിൻ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെയായിരുന്നു. അങ്ങനെ നാഗാലാൻഡിലെ ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ ഒരു വികാരമായിരുന്നു: മരണവിശപ്പ്. അതുകൊണ്ട് കൂടുതൽ ഗൂഗിൾ ചെയ്ത് റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനൊന്നും നിൽക്കാതെ കൺമുമ്പിൽ കണ്ട ഏതോ ഒരു ഹോട്ടലിലേക്ക് തള്ളിക്കയറി മീൽസ് ഓർഡർ ചെയ്തു. ഞാൻ വെജ് മീൽസും കെവിനും വിജുവും നോൺ വെജ് മീൽസുമാണ് ഓർഡർ ചെയ്തത്. മീൽസ് എന്ന് പറയുമ്പോൾ ദാൽ കറി, പൊട്ടറ്റോ കറി, പേരറിയാത്ത വേറെ എന്തോ കറി, പിന്നെ കുന്നുപോലെ കൂട്ടിയിട്ട ചോറിൻ്റെ ഒത്ത നടുക്കൊരു വലിയ സോള. ഒണിയൻ സ്ലൈസസ് ആയിട്ടൊക്കെ മീൽസിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയൊരു പീസിൻ്റെ പർപ്പസ് എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് ഫുഡ് തന്നെ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഷെയർ ടാക്സി പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജു പോയി, പുറകെ ഞാനും കെവിനും പോയി. കാരണം എനിക്ക് ഹിന്ദി കാര്യമായിട്ട് അറിയില്ല, കെവിൻ ഫ്രം ബെൽജിയം ഒട്ടും അറിയില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ കംപ്ലീറ്റ് ട്രിപ്പിൻ്റെയും എൻറ്റയർ നാവിഗേറ്റർ എന്ന് പറയുന്നത് വിജു ഫ്രം മലപ്പുറമാണ്. അങ്ങനെ ദിമാപൂരിൽ നിന്ന് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന കിസാമ വില്ലേജ് വരെ നമ്മൾ ടാക്സിയിലാണ് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പോകുന്ന വഴി കാണാൻ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല, മൊത്തം പൊടി പിടിച്ച് ഡ്രൈ ആയി കിടക്കുന്ന ഏരിയ. പിന്നെ ഷെയർ ടാക്സി കയറിയ ഒരാളായിട്ട് കെവിനും വിജുവും കത്തി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാണുന്ന എല്ലാവരും നമ്മളുടെ വൈബ് ആവണമെന്നില്ല. അതുകൊണ്ട് അവരുടെ കോൺവെർസേഷനിൽ ഇൻവോൾവ് ആവാൻ നിൽക്കാതെ ഞാനൊരു പവർ നാപ്പ് എടുക്കാമെന്ന് എത്തി കിടന്നു. കുറച്ച് നേരം കിടന്നുറങ്ങി കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഐ തോട്ട് കിസാമ വില്ലേജ് എത്തിയത്. ബട്ട് അവിടെയും ട്വിസ്റ്റ്, വണ്ടി പഞ്ചറായി. നിനക്ക് വല്ല ഉദ്ഘാടനത്തിനൊക്കെ പൊക്കൂടെയിടാന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയ നിമിഷമാണത്. കാരണം ഞാൻ ഈ യാത്ര തുടങ്ങിയിട്ട് കിട്ടുന്ന ആദ്യത്തെ പണിയൊന്നും അല്ലല്ലോ ഇത്, 2ാമത്തെ 8ൻ്റെ പണിയാണിത്. ഇന്ന് കൃത്യം ഡിസംബർ 1, അതായത് ഹോൺബിൽ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് അതിൻ്റെ ഇനോഗ്രൽ സെറമണീസ് കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെട്ടിയും കിടക്കാൻ പാക്ക് ചെയ്ത് വന്ന ഞാൻ ഇതേ നടു റോഡിൽ കിടക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒരു സെൽഫി വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ടാൻ അടിച്ച് പൊടി പിടിച്ച് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എൻ്റെ ഫേസ് മാറിയത്. പക്ഷേ ദാറ്റ്സ് ഓക്കെ. ഈ ടാനൊക്കെ വീട്ടിൽ ചെന്നൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ മാറും. പക്ഷേ ഈ ഉണ്ടാക്കി വെച്ച മെമ്മറീസ് ഉണ്ടല്ലോ, ദാറ്റ് ഗോണ ലാസ്റ്റ് ഫോർ എവർ. ഈ പോകുന്ന വഴിയിലൊക്കെ കിട്ടുന്ന ചലഞ്ചസ് കണ്ട് പകച്ച് നിൽക്കുകയാണ് പാവം കെവിൻ. പക്ഷേ ആളൊരു കൂൾ പേഴ്സൺ ആട്ടോ. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എൻ്റെയും വിജുവിൻ്റെയും കൂടെ കട്ടയ്ക്ക് നിൽക്കും. പറഞ്ഞ പോലെ മറ്റേ മുതലെവിടെയെന്നല്ലേ, ദേ വരണു ഞങ്ങൾക്കുള്ള ചായയും കൊണ്ട്. അവൻ്റെ വായിൽ അവന് കഴിക്കാനുള്ള പഴവും തിരികെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ആ ചായക്കടയുടെ തൊട്ടടുത്ത് അവരൊരു ചെറിയൊരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയി നിന്ന് അവിടെ കുറേ ആൾക്കാർ എന്തൊക്കെയോ വാങ്ങാൻ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ചെന്ന് അവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ വന്ന് നിൽക്കുന്ന സകല മനുഷ്യന്മാരും മലയാളികളാണ്. ഇവിടെ തിരിഞ്ഞാലും മലയാളികൾ. ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്, സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ബാക്കി മൊത്തം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ്. ഒന്നും വാങ്ങാൻ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലെങ്കിലും അവിടെയുള്ള സകലമാന സാധനം തൊട്ടും തലോടിയും മണത്തും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി എന്താ ഏതാന്നൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് നേരം സമയം കളഞ്ഞു. പിന്നെ ടയറൊക്കെ ശരിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ യാത്ര തുടങ്ങി. ഈ പോകുന്ന വഴിക്കുള്ളതിൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഈ മുറുക്കി തുപ്പുന്ന ഡ്രൈവറായിരുന്നു. അതെങ്ങാനും എൻ്റെ മേത്തേക്ക് വീഴുമോ എന്ന് ആലോചിച്ച സമാധാനക്കേടായിരുന്നു കുറച്ച് നേരത്തേക്ക്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കുറച്ചുകൂടെ ബെറ്ററാണ്. നേരത്തെ കണ്ട സിറ്റി റൂട്ടിലുള്ള പൊടി പിടിച്ച കാഴ്ചകളൊന്നുമല്ല, കുറച്ചുകൂടെ നല്ല റൂട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കൊഹിമയിലേക്കാണ്, നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ട്രയോ ഗ്രൂപ്പ്, അതായത് ഞാൻ, വിജു, കെവിൻ അടങ്ങിയ ട്രയോ ഗ്രൂപ്പ് 2ആയിട്ട് സ്പ്ലിറ്റ് ആവും. കാരണം കെവിൻ നാഗാലാൻഡിൽ നിന്ന് പോരുമ്പോഴേ അവനുള്ള സ്റ്റേ കൊഹിമയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ 2nd ഡേ ആണ് വരുന്നത്. ആദ്യത്തെ ദിവസം ഇവിടെ ചെന്ന് കൊഹിമയിൽ സ്റ്റേ ചെയ്ത് ആ ഏരിയ മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് പിറ്റേ ദിവസമേ വരുള്ളൂ. പിന്നെ ഉള്ളത് ഞാനും വിജു. ഈ ട്രാവൽ ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് എങ്ങാനും നാഗാലാൻഡ് ചെല്ലുവാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കോൺടാക്ട്സ്. പക്ഷേ എവിടെയും വിളിച്ച് ബുക്ക് ചെയ്തില്ല. ബിക്കോസ് ഞാൻ ഈ ട്രാവലിന് ഇറങ്ങിത്തിരിക്കുന്ന എനിക്ക് തന്നെ ഒരു ഉറപ്പുമില്ലായിരുന്നു. എന്തായാലും ഇറങ്ങുവാണെങ്കിൽ ആസാമിൽ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ എങ്ങാനും ബുക്ക് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ എൻ്റെ ബിഗ് പിക്ചറിലേക്ക്
വിജു വന്നതോടെ എൻ്റെ പ്ലാനിങ് ഫുൾ തെറ്റി. ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് രാത്രി കിടക്കാനൊരു സ്ഥലമല്ലേ വേണ്ടേ, അത് നമുക്ക് സെറ്റാക്കാം എന്നവൻ്റെ ഒരൊറ്റ ഡയലോഗിലാണ് കിടപ്പാടം പോലും ബുക്ക് ചെയ്യാതെ കിസാമ വില്ലേജിലേക്ക് ഞങ്ങൾ വെച്ച് പിടിക്കുന്നത്. ബിജുവിൻ്റെ കൂടെയുള്ള ഇതുവരെയുള്ള ട്രാവൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ എന്തായാലും പെരുവഴി കിടക്കേണ്ടി വരില്ല. അങ്ങനെ നേരത്തെ പറഞ്ഞ കൊഹിമ സിറ്റിയിലെ ഒരു ഹബ്ബിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നെക്സ്റ്റ് റൂട്ടിലേക്കുള്ള ടാക്സി പിടിക്കണം. അതിനുള്ള ബാർഗെയിനിങ് ആണ് നടക്കുന്നത്. ഇവിടെ വെച്ച് ഞങ്ങളുടെ ഗ്രൂപ്പ് സ്പ്ലിറ്റായിട്ട് ഞാനും വിജുവും നേരത്തെ ടാക്സിയിലുണ്ടായിരുന്ന ഒരു പുള്ളിയായിട്ട് കിസാമ വില്ലേജിലേക്കും കെവിൻ അവൻ്റെ കൊഹിമയിലുള്ള സ്റ്റേയിലേക്കുമാണ് പോകുന്നത്. ഇവിടുത്തെ ടാക്സിക്കാർ വളരെ സിസ്റ്റമാറ്റിക്കാണ്. വരുന്ന ട്രാവലേഴ്സിൻ്റെ അടുത്ത് ഹോൺബിൽ ഫെസ്റ്റിവലാണോ സുഗു വാലിയാണോ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചിറങ്ങിയിട്ട് അവരുടെ ഇടയിൽ തന്നെ നമ്മളെയൊക്കെ ഇങ്ങനെ വീതിച്ചു കൊടുക്കും. ലേലം വിളിയൊക്കെ അതിൻ്റെ കൂടെ നടക്കും കേട്ടോ. അതിൽ ഏറ്റവും ലോ പ്രൈസ് നോക്കിയിട്ട് നമ്മൾ കയറിപ്പോണം. അങ്ങനെ നമ്മളൊരു ഷെയർ ടാക്സിയിൽ കയറിപ്പറ്റി. ഞാനും വിജുവും പിന്നെ നേരത്തെ ഷെയർ ടാക്സിയിൽ കൂടെ ഉണ്ടായിരുന്നൊരു ചേട്ടനുമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ആൾ ഓൾറെഡി ഒരു സ്ഥലത്ത് ഡോൺ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ. ഞങ്ങളാണെങ്കിൽ ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ചേട്ടൻ്റെ ഹോം സ്റ്റേയിൽ പോയിട്ട് അവിടെ എങ്ങാനും റൂംസ് അവൈലബിൾ ആണെങ്കിൽ അവിടെ കയറി ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് അവിടെ ഫ്രഷൊക്കെ ആയിട്ട് പതുക്കെ ഹോൺബിൽ ഫെസ്റ്റിവലിന് നടക്കുന്ന സ്പോട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ കൊഹിമയുടെ ഔട്ടർ ഏരിയയിൽ നിന്ന് നമ്മളിപ്പോൾ കറക്റ്റ് സിറ്റി ഏരിയയിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഈ റാപ്പിഡോ ഡ്രൈവേഴ്സാണ് ഇവിടെ മൊത്തം. ഈ നമ്മളുടെ ഓട്ടോയും ടാക്സിയൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് നിർത്തിയിട്ടില്ല പാസഞ്ചേഴ്സിനെ വെയിറ്റ് ചെയ്ത്. അതുപോലെ ഇവിടെ ഊബർ ബൈക്ക് പോലെ റാപ്പിഡോ ബൈക്സാണ് കൊടുക്കുന്നത്. നമുക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്ത് ഏത് ഡെസ്റ്റിനേഷനിൽ വേണമെങ്കിലും ഈ ബൈക്കിൽ കയറി പോവാം. ഹെൽമെറ്റൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ യാത്രക്കാരെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന റാപ്പിഡോ ബൈക്സ് ഒരു സൈഡ്, ഇപ്പോഴത്തെ സൈഡിൽ പണ്ടത്തെ രീതിയിലുള്ള ഒരു ട്രാഫിക് സിഗ്നലിംഗ്, അതായത് ട്രാഫിക് പോലീസ് സെൻറ്ററിൽ തന്നെയുള്ളൊരു സ്പോട്ടിൽ ഇങ്ങനെ കയറി നിന്ന് വിസിലൊക്കെ അടിച്ച് ഓരോ ഡയറക്ഷനിൽ നിന്നും വരുന്ന വെഹിക്കിൾസിനൊക്കെ ഡയറക്ഷൻസും സിഗ്നലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവർ ഇട്ടിരിക്കുന്ന യൂണിഫോമാണ് എന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച്. എനിക്ക് ആ യൂണിഫോം അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് സാധനം. ഒരു ലേഡി അതിട്ടിട്ട് വരണ കണ്ടോ. പിന്നെ അവരെ കാണാൻ ലുക്കായതുകൊണ്ടാണോ എന്നറിയില്ല, മൊത്തത്തിൽ ആ യൂണിഫോമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പം നമ്മൾ പോകുന്ന സിറ്റി വ്യൂ ആയതുകൊണ്ട് ഒരു പോളെ ഞാൻ കണ്ണടച്ചിട്ടില്ല. ഫുൾ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടുത്തെ വണ്ടികൾ, ബിൽഡിങ്ങുകൾ, അവിടെ എഴുതി വെച്ചേക്കുന്നത് ഒന്നും വായിക്കാൻ പറ്റില്ലെങ്കിലും ചുമ്മാ എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെ കാണുന്ന കടകൾ. അത് കഴിഞ്ഞ് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ശരിക്കും ഒരു മൂവി ലൊക്കേഷൻ എത്തിയ പോലെ. ഏതൊക്കെയോ മൂവീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടുണ്ട്. മലയുടെ മേളിലേക്ക് ഇങ്ങനെ കിളിക്കൂട് പോലെ അടുക്കി കുറേ വീടുകൾ വെച്ചേക്കുന്നത്, അതും കളർഫുള്ളായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ അന്തരീക്ഷം കാണുമ്പോൾ ഏകദേശം സമയം ഒരു 6-6:30 ആയിട്ടുണ്ടാവില്ലല്ലോ കരുതുക. എന്നാൽ സമയം ഒരു 4-4:30 ആയിട്ടുള്ളൂ. സ്ഥലം നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഡേ ടൈം വളരെ കുറവാണ്. പകലിന് ദൈർഘ്യം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും. ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മറ്റെല്ലാ ട്രിപ്പുകളും പോലെ വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് ഈ ട്രിപ്പിന് ഞാൻ ഇറങ്ങി തിരിച്ചത്. അല്ലാതെ പിന്നെ വീട്ടിൽ സോളോ ട്രിപ്പിന് ഞാൻ നാഗാലാൻഡ് പോവുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും വിടും എന്നെ. അതുകൊണ്ട് വളരെ മാന്യമായി ബാംഗ്ലൂരിനടുത്തുള്ള ഹംപി എന്നൊരു ഗ്രാമത്തിലേക്ക് യാത്ര പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങിയത്. എന്നിട്ട് പോലും വിടാൻ മടിയായിരുന്നു. പോകണോ പോകണ്ടേ എന്നൊക്കെയുള്ള ഡൗട്ടായിരുന്നു അച്ഛന്. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ഇറങ്ങി തിരിച്ചത്. എന്ന് വെച്ചാൽ ആരും അറിയാതെയൊന്നുമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് അറിയായിരുന്നു, പിന്നെ എൻ്റെ കസിൻ ചേച്ചിക്ക് അറിയായിരുന്നു. ചേച്ചിയുടെ അടുത്തും ആദ്യം ഞാൻ പറയണ്ടെന്നാണ് കരുതിയത്. വെറുതെ 36 ടെൻഷൻ അടിക്കുന്ന ആളായതുകൊണ്ട് വെറുതെ പറയണ്ടെന്നാണ് കരുതിയത്. പക്ഷേ ലാസ്റ്റ് ചേച്ചി വട്ടമിട്ട് ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞു നാഗാലാൻഡാണ് പോകുന്നതെന്ന്. ആദ്യമേ എടുത്തിട്ട് നോ ആണ് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ചേട്ടൻ്റെ ഹോം സ്റ്റേയിൽ പോയി ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഹോൺബിൽ കാണാൻ വരാമെന്നാണല്ലോ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഓൾറെഡി ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ആ ഏരിയയിൽ നിൽക്കുന്ന ബിജുവിൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇനോഗ്രൽ സെറമണീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ പെട്ടെന്ന് വരാൻ. അതറിഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന വലിയ ബാക്ക് പാക്കുകളെല്ലാം ചേട്ടൻ്റെ കൂടെ ഹോം സ്റ്റേയിൽ വെച്ചോ, ഞങ്ങൾ രാത്രി വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ആ സ്പോട്ടിൽ വന്നിറങ്ങി. നാഗ ഹെറിറ്റേജ് വില്ലേജ്. ഈ ഒരു ഗേറ്റ് വേ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഉള്ളിലൊരു BGM ഒരു ലൂപ്പിൽ എന്ന പോലെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഏതാണെന്നറിയോ? ഈ നാഗാലാൻഡും ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ എൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ കാരണക്കാരനായ നീലാകാശം പച്ചക്കടൽ എന്ന ദുൽഖർ സൽമാൻ്റെ മൂവി. അതിൽ ഈ നാഗാലാൻഡും ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ കാണിക്കുന്ന പാട്ടാണിത്.
അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു പാട്ടിൻ്റെ വിഷ്വൽസിൻ്റെ പിന്നാലെ പോയി ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളുടെ നടുവിലാണ്. ഇനോഗ്രൽ സെറമണീസിൻ്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഇതുവഴി പാസ് ചെയ്യുന്ന ട്രൈബ്സാണ്. ഇവരിപ്പോൾ ഇവിടെ ഗ്യാദർ ചെയ്തൊരു ഗ്രൂപ്പായിട്ടൊരു പെർഫോമൻസും കൂടെ ചെയ്യും കേട്ടോ. ഇപ്പം കേട്ടൊരു സാധനം ഉണ്ടല്ലോ, ഇനി ഇതാദ്യം കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമൊക്കെ തോന്നും, എന്ത് സൗണ്ടാണ് ഇതെന്നൊക്കെ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീഡിയോയിൽ മൊത്തം ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കുള്ളൂ. ഇവരെല്ലാം ഈ ട്രൈബ്സുകൾ പാസ് ചെയ്യുമ്പോഴും അവരെവിടെയെങ്കിലും ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുമ്പോഴും ചുമ്മാ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ നടക്കുക. കൂക്കി വിളിയായിട്ടും വിസിലടിയായിട്ടും പല രീതിയിൽ അവരുടെ കുറേ ശബ്ദങ്ങളുണ്ട്, അതുണ്ടാക്കിക്കൊണ്ടിരിക്കും. ആദ്യമൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്നൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങളും അതൊക്കെ അനുകരിക്കാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ ആ ട്രൈബൽ ഗ്രൂപ്പ് ഇവിടെ പെർഫോം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് മെയിൻ അറീനയൊന്നുമല്ല, അതായത് മെയിൻ ഇവൻറ്റ് നടക്കുന്ന സ്റ്റേജ് താഴെയാണ്, തൊട്ട് താഴെ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് നിൽക്കാൻ പോലും സ്ഥലമില്ല. ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് നല്ല റഷായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചുറ്റുമുള്ള ഏരിയാസ് കവർ ചെയ്യുകയാണ്. അരീനയുടെ ഏരിയാസും അവിടുത്തെ വീഡിയോസൊക്കെ പുറകെ കാണിക്കാം. ഇവരുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈബൽസിൻ്റെ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അക്രോബാറ്റിക് സ്റ്റൈലാണ്. പക്ഷേ ഇവർ ചെറിയ സിമ്പിൾ സ്റ്റെപ്സുകളൊക്കെയാണ് എടുക്കണമെങ്കിലും ഇവരുടെ ഈ കോസ്റ്റ്യൂമും ഫുൾ ഗെറ്റപ്പും അവരുടെ പാട്ടും ഈ ശബ്ദങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല കളർഫുള്ളുമാണ്. കണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പോൾ സൈഡിൽ കൂടെ വേറെ പല പല ട്രൈബ്സുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ട്രൈബ്സിനും ഓരോ ട്രൈബൽ ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും സ്റ്റൈലിങ്ങും ഒക്കെ. അപ്പോൾ ഒരു ട്രൈബിനെ കണ്ട് കൺകുളിർക്കെ അവരുടെ ഡ്രസ്സിങ്ങും കളേഴ്സും ഓർണമെൻറ്റ്സൊക്കെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുമ്പോഴേക്കും അടുത്ത സെറ്റ് ട്രൈബ്സ് വരും. പിന്നെ അവരിങ്ങനെ വാച്ച് ചെയ്ത് അവരുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴേക്കും അടുത്ത ആൾക്കാർ വരും. ഇവരിങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ പാസ് ചെയ്യുമ്പോഴും കണ്ടുകൊണ്ടിരിക്കാനൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ഇവരുടെയൊക്കെ ഡ്രസ്സിങ്ങും നടക്കുന്ന രീതികളും അവർ പോകുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും മൊത്തത്തിൽ നല്ല വൈബ് സ്ഥലം. നേരത്തെ ഞാൻ പറഞ്ഞ മെയിൻ ഇവൻറ്റ്സ് നടക്കുന്ന അരീന, അതാണ് ആ കാണുന്നത്. അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നപ്പോഴാണ് അവിടുത്തെ ഒരു ഫുഡ് സ്റ്റോളിലെ കിച്ചണിൽ കയറി പറ്റിയത്. ഇവിടെ ലോക്കൽസ് നടത്തുന്ന ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. അക്കൂട്ടത്തിലൊരു ഫുഡ് സ്റ്റോളിൻ്റെ കിച്ചണിലാണിത് ഫോട്ടോ എടുത്തേക്കുന്നത്. ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയ്ക്ക് വിജുവിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ അരീനയിൽ ഓൾറെഡി വന്നു, ഇനോഗ്രൽ സെറമണീസ് അറ്റൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. പുള്ളിക്കാരനെ വിളിച്ചു, ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു കോമൺ പോയിൻ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അവർ വന്നിട്ട് അവരുടെ കൂടെ ബാക്കി എക്സ്പ്ലോറിങ് നടത്താം എന്ന് കരുതി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഏരിയ തന്നെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഇത് അവിടുത്തെ ട്രൈബിൻ്റെ ഒരു ഹട്ടാണ്. ഇവിടെ ട്രൈബ്സിൻ്റെ ഹട്ടിനെ വിളിക്കുന്ന പേര് മൊറൂങ് എന്നാണ്. ഇവിടെ 17ഓളം വരുന്ന ട്രൈബ്സുകളുണ്ട്. ഈ 17ഓളം ട്രൈബ്സിൻ്റെ മൊറൂങ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോകെ കാണിച്ചു തരാം. ഈ നാഗാലാൻഡ് ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണെന്നുള്ള കാര്യം അറിയോ? അതായത് ഇവിടെ മദ്യം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടില്ല. സെയിലും കൺസപ്ഷനൊക്കെ പ്രോഹിബിറ്റഡ് ആണ്. പക്ഷേ ഇവിടെ വേറൊരു സംഭവം കിട്ടും. അതാണ് ഇവിടുത്തെ ബിയർ. നല്ല ഒന്നാം തരം റൈസ് ബിയർ. ഇതുപോലെ ബാംബു പോലത്തുള്ള ഗ്ലാസ്സുകളിലാണ് തരുന്നത്. അതാണെങ്കിൽ ഒരു 1.5 ക്വാണ്ടിറ്റി ഉണ്ടാവും. ഈ റൈസ് ബിയർ എന്നുള്ള സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിച്ചു നോക്കുന്നത്. ഞാൻ ഇതുവരെ റൈസ് ബിയർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് സിപ്പ് എടുത്തപ്പോൾ തന്നെ മൈൻഡിൽ വന്നത് നമ്മുടെ നാടൻ കള്ളാണ്. അതായത് നമ്മളുടെ ചെത്തി ഇറക്കിയ നല്ല നാടൻ കള്ള്. നമ്മുടെ നാടൻ കള്ളും ഇതും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ഒരുപാട് ഡിഫറൻസും ഉണ്ട്. അതായത് നമ്മളുടെ ഇതിന് ചെറിയൊരു പുളിപ്പും കുറച്ച് മധുരമൊക്കെ ചേർന്ന് കുറച്ചുകൂടെ ഈസിയാണ് കൺസ്യൂം ചെയ്യാൻ. പക്ഷേ ഇവരുടെ റൈസ് ബിയർ എന്ന് പറയുന്നതിന് ചെറിയൊരു പുളിപ്പും ഈ അരി പുളിപ്പിച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ട്. പ്ലസ് നല്ല ചവർപ്പാണ്. ചവർപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കാനായിട്ട് നമുക്കൊരു കുത്തലുള്ളൊരു ടൈപ്പ് സാധനമാണ്. ഇവിടുത്തെ ബിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്പ് ബിയറാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് സൂത്തോ, ഒന്ന് തൂസെ. സൂത്തോ കുറച്ചുകൂടെ ലൈറ്റാണ് കൺസ്യൂം ചെയ്യാനായിട്ട്, അത്രയ്ക്ക് കട്ടിയും ചവർപ്പൊന്നുമില്ല. പക്ഷേ തൂസെ കുറച്ചുകൂടെ കൂടിയതാണ്. അതിന് ചെറിയ ആൽക്കഹോൾ കണ്ടൻറ്റ് പോലെ കൂടുതലുണ്ടാവും. ചവർപ്പം നല്ലോണം പാടായിരിക്കും കറക്കാനായിട്ട്. നല്ല കട്ടിയുള്ള ബിയറാണ് തൂസെ. അങ്ങനെ ബിയറൊക്കെ കുടിച്ച് അവിടെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കുമാണ് ഞങ്ങളുടെ അടുത്ത പണി കിട്ടുന്നത്. ഞങ്ങൾക്കല്ല, ആക്ച്വലി വിജുവിനാണ് പണി കിട്ടിയത്. ഞങ്ങളങ്ങനെ നിൽക്കുന്ന സമയത്ത് എവിടെന്നോ ഒരു കൂറ്റൻ കടന്നൽ വന്നിട്ട് അവൻ്റെ ഷോൾഡറിൽ കുത്തി. കടന്നൽ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഊഹിക്കുന്ന ഒരു സൈസ് ഉണ്ടല്ലോ. ഇത്
ഒരു ബട്ടർഫ്ലൈയുടെ അത്രയും സൈസുണ്ട്, വലിയ ചിറകൊക്കെ ആയിട്ട്. കടന്നലാണോ എന്താണെന്ന് പോലും മനസ്സിലാവണില്ല. അവനാണ് വേദന കൊണ്ട് പൊളഞ്ഞു നിൽക്കുകയാണ്. അവൻ്റെ അവിടെ കുത്തിയ ഭാഗത്താണ് കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് ലേഡീസ് ഞങ്ങളിരുന്ന ബെഞ്ചിൽ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഹോർണറ്റ് കുത്തിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിലൊരു പുള്ളിക്കാരി നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് കാണിച്ചേ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ചെക്ക് ചെയ്യണം കണ്ടിട്ട് ഞാൻ ബാക്കിയുള്ളവരോട് ചോദിച്ചു, ഇവർ ഡോക്ടറാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നോ ഷീസ് എ ടാരറ്റ് റീഡർ. ഞാൻ അതായിട്ട് ടാരറ്റ് റീഡറോ? അതായത് ഈ കാർഡൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഭാവി, ഭൂതം, വർത്തമാനം, അതേപോലെ ഫോർട്യൂൺ ടെല്ലർ, അങ്ങനൊരു വ്യക്തി. ഞാൻ വിചാരിച്ചു ഇവരിപ്പോൾ എന്താ ചെയ്യാൻ പോണേ ഇതിലെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ അവൻ്റെ ആ മുറിവിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ണടച്ച് ഭയങ്കരമായിട്ട് എന്തോ പ്രാർത്ഥിക്കുന്നോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം കുറച്ച് സമയം എടുത്തു, ഒരു കുറച്ച് മിനിറ്റ്സോളം ഇങ്ങനെ നിന്നു. ഞങ്ങളിങ്ങനെ അതൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇനി അതിൽ പോയിട്ട് മഞ്ഞപ്പൊടി എന്തെങ്കിലും വാങ്ങി അത് ആ മുറിവിൽ വെച്ചാൽ മതി, ഓക്കെ ആയിക്കോളൂന്ന്. അവൻ അതേപോലെ അടുത്തുള്ള കിച്ചണിൽ പോയിട്ട് മഞ്ഞപ്പൊടി വാങ്ങി അതിൽ വെച്ചു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആളൊക്കെ ആയി. അവനവിടെ ഒരു പെയിനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ ശരിക്കും വിശ്വസിക്കാമോ എന്ന് തോന്നിപ്പോയ നിമിഷമായിരുന്നു അതൊക്കെ. ശരിക്കും ഞങ്ങളുടെ ട്രിപ്പ് കൊളാവേണ്ടതായിരുന്നു. അവർ വന്ന് ഇങ്ങനൊരു സംഭവം ചെയ്തുകൊണ്ട് ഓക്കെ. എന്നെങ്കാനും ആയിരുന്നു ആ സാധനം കുത്തിയിരുന്നെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവലില്ല, സോളോ ട്രിപ്പും ഇല്ല, എല്ലാം അന്നത്തോടെ തീർന്നേനെ. ടോളറൻസ് ലെവൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് തീരെ ഇല്ല. അങ്ങനെ ഈ ട്വിസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബിജുവിൻ്റെ ഫ്രണ്ട്സ് വന്നു. അവരുടെ ഒപ്പം ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ബിയറും പിന്നെ ചിക്കനും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് സംസാരിച്ചിരുന്നു. ആക്ച്വലി ബിജുവിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് മേധ ഫ്രം മൈസൂറാണ്. പുള്ളിക്കാരുടെ കൂടെ വന്ന വേറെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കോയ, അമ്മു. അവരെയൊക്കെ വഴിയെ ഞാൻ പരിചയപ്പെട്ട ഉടനെ ക്യാമറ എടുത്ത് അവരെയൊക്കെ വ്ളോഗിലേക്ക് എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രൈവസി മാറ്റർ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു, പരിചയപ്പെട്ടു. കുറച്ചൊന്ന് ഓളായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബിജു അവൻ്റെ കയ്യിലുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, കലിംബ എന്ന പേര്. അത് വെച്ചിട്ട് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ട്യൂൺ വായിക്കുന്നതായത്. ഈ ഇൻസ്ട്രുമെൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയോ, ഇത് പ്ലേ ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിലും എങ്ങനെയൊക്കെ തട്ടിയാലും നല്ല മ്യൂസിക്കേ വരത്തുള്ളൂ പുറത്തേക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന മെയിൻ അറീന, അതായത് ഇവൻറ്റ്സ് നടക്കുന്ന സ്പേസ്. നേരെ കാണുന്ന സ്റ്റേജാണ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നത്. പക്ഷേ ട്രൈബ്സിൻ്റെ പെർഫോമൻസും എല്ലാം കാണിക്കുന്നത് ഈ ഗ്രൗണ്ടിലാണ്, ഈ ഗ്രീൻ കളറിലെ ഗ്രൗണ്ട്. ആ സ്റ്റേജിൽ മിക്കപ്പോഴും ഈ ഡാൻസ് പെർഫോമൻസസ് പിന്നെ മ്യൂസിക്കൽ ബാൻഡ്സിൻ്റെ ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും. അതായത് നാഗാലാൻഡ് ട്രൈബ്സ് അല്ലാതെ പുറത്തുനിന്ന് വരുന്ന സിംഗേഴ്സ് അവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് പേര് വന്ന് പെർഫോം ചെയ്തു. ഡെയിലി വൈകിട്ട് ആഫ്റ്റർ ട്രൈബ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞാൽ ഈവനിങ് ടൈം എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ മ്യൂസിക്കൽ ഡാൻസ് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്യാമ്പ് സൈറ്റിലേക്കാണ്. കാരണം എനിക്കും ബിജുവിനും കിടപ്പാടമൊന്നും ഇല്ലല്ലോ. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ലഗേജ് ആണെങ്കിൽ ഏതോ ഒരാളുടെ കൂടെ അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്കും കൊടുത്തു വിട്ടു. ഡ്രസ്സ് മാറാൻ പോലും കയ്യിലൊന്നുമില്ല. ആ അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഞങ്ങൾ രാത്രി ഇനി അയാളുടെ സ്റ്റേ കണ്ടുപിടിക്കാൻ നിൽക്കാതെ മേധ ഓൾറെഡി ഡേവിഡ്സ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വിളിച്ചു ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമ്മളെന്തായാലും അങ്ങോട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴിയിലെ കാഴ്ചയാണിത്. ഇതാണ് അവിടുത്തെ ലൈറ്റ്. ഞങ്ങൾ മൊബൈലിലെ ടോർച്ച് തെളിച്ചാണ് വഴി കൂടെ നടന്നു പോകുന്നത്, ഓഫ് റോഡ് വഴി കൂടെ. ജീപ്പ് പോകുന്ന വഴിയാണ്, പക്ഷേ ആ സമയത്ത് ജീപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് നടന്നേ പോയി. അങ്ങനെ അവസാനം ഡേവിഡ്സിൽ ഞങ്ങൾ ക്ഷീണിച്ച് അവസരമായിട്ട് എത്തിയപ്പോൾ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതും അട്രാക്റ്റ് ചെയ്തതും അവിടുത്തെ ഈ ലൈവ് മ്യൂസിക്കാണ്. ഞങ്ങൾ നോക്കുമ്പോൾ നല്ല കിടിലനായിട്ടൊരു കുട്ടി ഇരുന്ന് അവിടെ നിന്ന് പാടുകയാണ്. പക്ഷേ ഫ്രണ്ടിൽ ആൾക്കാരൊന്നും ഇരിക്കുന്നില്ല. എല്ലാവരും ക്യാമ്പ് സൈറ്റുകളും ഡിന്നർ സ്പേസിലും പിന്നെ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റുമാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും താഴേക്ക് ഇറങ്ങി ചെന്നു. അവളുടെ അടുത്ത് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ പാടുന്ന സിംഗറിൻ്റെ പേര് സിൻസി മേത്ത എന്നാണ്. ഞങ്ങളവിടെ ചെന്ന് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. അമ്മു പതുക്കെ ഡാൻസ് ചെയ്തു തുടങ്ങി, വിജുവും ഡാൻസ് ചെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാം ഒരു ഓളം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പതുക്കെ അവിടുത്തെ ഓഡിയൻസൊക്കെ കൂടി തുടങ്ങി. അവിടുത്തെ ക്യാമ്പ് സൈറ്റിലെ ആൾക്കാരും അവിടെ കൂടെ വന്നിരുന്ന ആൾക്കാരൊക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങി വന്നു.
അങ്ങനെ ഓൾമോസ്റ്റ് ഒരു നല്ല ഓഡിയൻസ് അവിടെ സെറ്റ് ചെയ്തു. പിന്നെ നല്ല രസമായിരുന്നു. ആ പെങ്കൊച്ച് നല്ല സൂപ്പറായിട്ട് പാടുകയും ചെയ്തായിരുന്നു. ആൾ നല്ല എൻജോയ് ചെയ്താൽ പാടുന്നത്. ഇടയ്ക്ക് സ്വിച്ച് ചെയ്ത് ആളുടെ സിസ്റ്ററും വന്ന് പാടും. അത് കഴിയുമ്പോൾ പിന്നെ ഈ പെൺകുട്ടി തന്നെ പാടും. പിന്നെ ഞങ്ങൾ ഇവരൊക്കെ ആയിട്ട് കമ്പനിയായി. എന്നെ എല്ലാവരും ഒന്നിച്ച് പാട്ട് പാടി ഡാൻസ് ചെയ്തു. You have a nice voice. Oh, thank you. I'm learning. Oh. Wow. Oh, you should wear that goggle. You want me to wear it? Yes. It's a Christmas. അങ്ങനെ നാഗാലാൻഡിൽ ചെന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ഫ്ലോപ്പായില്ല. ഡേവിഡ്സ് ക്യാമ്പ് സൈറ്റ് അടിപൊളിയായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണെങ്കിലും നല്ല സൂപ്പർ സ്ഥലമായിരുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണിപ്പോൾ ഇത്. എല്ലാവരും മ്യൂസിക്കിൽ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ പേരൊക്കെ പോയി കിടന്നു. പക്ഷേ ഞങ്ങൾക്കെന്തോ ഈ കുട്ടിയുടെ പാട്ടും ആളുടെ ആ ഒരു എനർജിയും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. ഞങ്ങളതുകൊണ്ട് മാക്സിമം ഉറക്കം വരുന്നവരെ അവിടെ തന്നെ നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ സിംഗറൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായി. അമ്മു കേട്ടോ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്ത. അപ്പോൾ ഇത്രയാണ് ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് ഡേയിൽ എൻ്റെ വിശേഷങ്ങളൊക്കെ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.